ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം 2 കൊരിന്ത്യർ 5:19. ദൈവം ലോകത്തിനു ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രൂശിൻ്റെ വചനം എന്നത് ദൈവം ക്രിസ്തുവിൽ കൂടി ലോകത്തെ തന്നോട് നിരപ്പിച്ചു എന്നുള്ള മഹത്തായ വാർത്തയാണ്. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. നിരപ്പിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. പാപം മുഖാന്തരം ദൈവത്തോടകന്ന് ശത്രുക്കളായി തീർന്നതിനാൽ അനുരഞ്ജനത്തിൻ്റെ ആവശ്യകത മനുഷ്യർക്കുണ്ടായി. ആദിമ മനുഷ്യനായ ആദാമും ഹവ്വയും ദൈവസന്നിധിയിൽ നിന്ന് പുറത്താക്കപ്പെടുവാനുള്ള കാരണം അവരുടെ പാപമാണ്. ക്രൂശിലെ യേശുക്രിസ്തുവിൻ്റെ മരണം പാപിയായ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്ന ശുശ്രൂഷയാണ്. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എന്ന് റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ കാണുന്നു. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിക്കുവാനും പിതാവിന് പ്രസാദം തോന്നിയത് എന്ന് കൊലോസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നു. യേശു ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള മധ്യസ്ഥനാണ്. വിശ്വസിക്കുന്ന നമ്മെ യേശു ദൈവത്തോട് നിരപ്പിച്ചതുപോലെ രക്ഷിക്കപ്പെടാത്തവരോട് കൃപയുടെ മഹത്തായ സുവിശേഷം അറിയിക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. സന്തോഷത്തോടെ വിശ്വസ്തയോടെ ആ ശുശ്രൂഷ നമുക്ക് ചെയ്യാം. ഈ വചനങ്ങളാൽ ദൈവം